ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഡൈനോഗ്രാം ആനിമേഷൻ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എന്നാൽ കഴിഞ്ഞ എപ്പിസോഡുകൾ കണ്ടിട്ടില്ലെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അതിലും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യാം, കമൻറ്റും ചെയ്യണം. എന്നാൽ കഥയിലോട്ട് കിടക്കാം. വെൽക്കം ബാക്ക്. കഥ തുടങ്ങുന്നത് ഡാർക്ക്നെസ്സും റെക്സും സംസാരിച്ച് ഫൈറ്റ് ചെയ്യുന്നതാണ്. ഡാർക്ക്നെസ് കുറേ പോർട്ടൽ ഉണ്ടാക്കി അതിൽ നിന്ന് എന്തൊക്കെ റോബോട്ടുകളുടെ പാർട്സ് എന്തോ ഉണ്ടാക്കുകയാണ്. പാർട്സ് മുഴുവൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഫൈറ്റിങ്ങിനായി നിൽക്കുകയാണ്. ഡാർക്ക്നെസ്സിൻ്റെ വൺ ഓഫ് ദ പവറാണ് ഈ റോബോട്ട്. ഈ റോബോട്ടില്ലെങ്കിൽ അതുമില്ല എന്ന് പറഞ്ഞ പോലെ ഈ റോബോട്ടിനെ എങ്ങനെയും തോൽപ്പിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ടെറാനോൻ്റെ കാർഡ് ഇടുകയാണ്. ടെറാനോ ഫയർ ബോൾസ് എന്ന് പറഞ്ഞ് പിന്നെ ഫയർ ബോൾസ് എത്ര ഇട്ടിട്ടും പോർട്ടലിൽ അടി കൊടുത്തിട്ടും ഒന്നും കാര്യമില്ല. ഡാർക്ക്നെസ് ഭയങ്കര ശക്തനായിരുന്നു, അതുകൊണ്ട് തന്നെ തകർക്കാനും കഴിഞ്ഞിരുന്നില്ല. എമിലിയും ജോണും ഇതിനെത്ര പവറുണ്ട് നോക്കുകയാണ്. അപ്പോൾ ഫുൾ ഓഫ് ദ പവർ എന്ന് പറഞ്ഞപ്പോൾ ജോണിന് പറഞ്ഞപ്പോൾ എന്തായാലും നമ്മളുടെ റെക്സിനോട് ജയിക്കാൻ പറ്റുക എന്ന് പറഞ്ഞ് മോട്ടിവേഷൻ കൊടുത്തു എമിലി. അപ്പോൾ എമിലി കൊടുത്തുകൊണ്ട് തന്നെ റെക്സിനെ സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ്റെ അച്ഛനെയും വിളിച്ചാൻ പോവാൻ. ഫ്രണ്ട്സുകളുടെ അല്ല, എൻ്റെ മകൻ ജയിക്കും എന്ന് പറഞ്ഞ് ഒരു പീസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മകൻ ജയിച്ചു വന്നാൽ ഞാൻ ഈ പീസ അവന് കൊടുക്കും എന്ന് പറഞ്ഞ് കരയാണ് ചെയ്യുന്നത്. അപ്പോൾ കരയിലൊക്കെ മാറ്റി വെച്ച് ഓക്കെ എന്ന് പറഞ്ഞ് പിന്നെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഫൈറ്റിങ് ഭയങ്കരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ടെറാനോ ആര് വന്നിട്ടും ഡാർക്ക്നെസ്സിനെ തോൽപ്പിക്കാൻ കഴിയുന്നില്ല. ഡാർക്ക്നെസ് അത്രയ്ക്ക് ശക്തമായിരുന്നു. റോബോട്ടിനെ കൺട്രോൾ ചെയ്യാൻ എനിക്ക് ആ വാച്ച് തരുന്നതാണ് നല്ലത്. ഡൈനോ വാച്ച് എന്ന് പറഞ്ഞ ഒരു ഡാർക്ക്നെസ്സിൻ്റെ ലേസർ ഗൺ, ഡാർക്ക് ലേസർ എന്ന്. പക്ഷെ സംരക്ഷിക്കാൻ അപ്പുട്ടൻ വന്നപ്പോൾ എല്ലാവർക്കും സന്തോഷം. അവൻ്റെ അടുത്ത് ഒരു കാർഡും ഇല്ല, അതുകൊണ്ട് തന്നെ ഭയങ്കര പാടാണ്. ആ കാർഡുകൾ ഉണ്ടായിരുന്നെങ്കിൽ അവർ ജയിച്ചേനെ എന്ന് പറഞ്ഞ് ഭയങ്കര തളർന്ന് നിൽക്കുന്ന റെക്സ്. അപ്പോൾ റെക്സിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നുള്ള ഓർമ്മയോടെ ജോണും എമിലിയും എല്ലാവരും വരികയാണ്. ഇനി എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് പറഞ്ഞ് ഡാർക്ക്നെസ്സിൻ്റെ അടുത്ത് നിന്ന് ഫൈറ്റ് ചെയ്ത് ഒരിക്കലും ജയിക്കില്ല എന്ന് വരുമ്പോൾ ഞാൻ എന്തായാലും ജയിക്കും എന്ന് പറഞ്ഞ് റെക്സ് പുറപ്പെടുകയാണ്. റെക്സിൻ്റെ ആൾക്കാരൊക്കെ തോറ്റ് ഒപ്പിയിട്ട് വരികയാണ്. അപ്പോൾ അവരുടെ ശക്തിയൊക്കെ ഊറ്റിയെടുത്ത് ഡാർക്ക്നെസ് വലിയ ആളാവുകയാണ്. ദ ബിഗ് മോൺസ്റ്റർ എന്ന് പറഞ്ഞ് ബിഗ് മോൺസ്റ്റർ എന്ന് പറയുമ്പോൾ റെക്സ് പറയുന്നു, ഇനി ഒരു ചാൻസും ഇല്ല നമ്മൾ ജയിക്കാൻ എന്ന് പറയാൻ. അപ്പോൾ ഡാർക്ക്നെസ് പറയാണ്, ഇനി ജയിക്കൂല, ഞാൻ ജയിപ്പിച്ചാൽ അനുവദിക്കൂല എന്ന് പറയാം. എല്ലാം പൊട്ടി തകരുകയാണ്. റെക്സും തോൽവി സമ്മതിക്കുന്ന ഘട്ടത്താണ്. അപ്പോൾ
ഞങ്ങൾ മൂന്നാളും ഞങ്ങളുടെ മാസ്റ്ററെ രക്ഷിക്കും എന്ന് പറഞ്ഞ് റെക്സ് ഇവന്മാരും ഡാർക്ക്നെസ്സിൻ്റെ പിന്നെ ഈ അപ്പൂട്ടൻ എന്ന് പറഞ്ഞ ഈ ഡൈനോസറില്ലേ, ആ ഡൈനോസറും അങ്ങോട്ട് വന്നു. അത് ജോണും എമിലി അതിൻ്റെ ഒപ്പം വന്നു. ഞങ്ങൾ ഫ്രണ്ട്സാണെന്ന് പറഞ്ഞു. റെക്സ് തോറ്റ് വക്കത്തായി. അപ്പോൾ എൻ്റെ കൂടെ ഫ്രണ്ട്സുമുണ്ട് എന്ന് പറഞ്ഞ് റെക്സിന് ഞാനുണ്ട് എന്ന് പറഞ്ഞ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, കരഞ്ഞ് സപ്പോർട്ട് ചെയ്യണം. ഡൈനോ മാസ്റ്ററാണ്, ഒരിക്കലും തോൽക്കാത്തവൻ എന്ന് പറഞ്ഞ് അവനിൽ നിന്നൊരു പ്രകാശം പുറത്തു വരികയാണ്. അത് ഡൈനോ അവൻ പിന്നെ ഊർജത്തിലോട്ട് വരികയാണ്. ഗോൾഡൻ ഫോമിലോട്ട് ടെറാനാണ് ഇതാക്കണം. ഗോൾഡൻ ഫോമിലോട്ട് മാറി അവൻ ചെയ്യുന്നത് പിന്നെയും ഒരു ഡൈനോക്കോർ റോബോട്ട് ഉണ്ടാക്കാനാണ്. അത് നിശ്ചയിതമായില്ല. അത് ഭയങ്കര പ്രോഫിറ്റായി. അവൻ തിരിച്ചിട്ടി ആ വിഷമം എല്ലാം കൂടി അവനൊരു ഗോൾഡൻ ഫോമിൽ ഫുൾ പവർ ഫോം എന്ന് പറഞ്ഞ് ആ ഫോമിലോട്ടെത്തി. ജോൺ അതിനെക്കുറിച്ച് സ്കാൻ ചെയ്ത് പറയാം. എന്തായാലും നീ തോൽക്കാൻ തന്നെ പോന്നു എന്ന് പറഞ്ഞ് ഡൈനോ പോർട്ടൽസ് എന്ന് പറഞ്ഞ് നോക്കി ഡാർക്ക്നെസ്സിനെ ഇടിച്ചണം മറിച്ച്. എൻ്റെ ഡാർക്ക് ബോൾസിനോട് നീ മത്സരിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് പല അപ്പോൾ ആ ബോളിൻ്റെ ഒപ്പം അവരുടെ എനർജിയും വരികയാണ്. ഇതെങ്ങനെ സാധിക്കും എന്ന് പറഞ്ഞ് പല മെക്കാ റോബോട്ടുകളെ അയക്കുന്നു. മെക്കാ റോബോട്ടുകൾ ഓരോന്നും നിശ്ചലിതമാവുന്നുണ്ട്. പൂർണ്ണമായും അവൻ ഫുൾ ഫോമിലെത്തിക്കഴിഞ്ഞു എന്ന് മാറുമ്പോഴത്തേന് എനിക്ക് കുറേ ഫോം വേണം എന്ന് പറഞ്ഞ് ആ മെക്കാ റോബോട്ട്സിൽ നിന്ന് കുറേ പവർ എടുത്ത് വലിയൊരു പവർ ഉണ്ടാക്കാൻ പോവാണ് ഡാർക്ക്നെസ് കാട്ടണ കണ്ടപ്പോൾ റെക്സിനും ആ ഫോം എടുത്തു. ആ ഫോമിന് ഇത്രയും പേരുണ്ട് ഞങ്ങളുടെ കൂടെ, എന്തായാലും ഒരു ഡൈനോ കാർഡാവാണ്, അതാണ് ഏറ്റവും പവർഫുൾ ഫുൾ ഫോം പവർ എന്ന് പറഞ്ഞ് നീ അത് എടുക്കണം എന്ന് പറഞ്ഞ് ആ പവർ എടുക്കാൻ നോക്കണം. ആ എടുത്തതും അത് ഡൈനോ ഇതിലോട്ട് ഫിക്സ് ആവുകയാണ്. എന്തൊരു പവർ വരിക പോവാണെന്ന് മനസ്സിലായ ഡൈനോ മാസ്റ്റർ റെക്സ് അതൊരു ഫാസ്റ്റ് ഫുൾ ഫോം ഗണ്ണായിരുന്നത്. ആ ഗണ്ണ് ഒറ്റയടിക്ക് തോൽപ്പിക്കാൻ പോകുന്ന അത്രക്ക് ഫുൾ ഫോം അവർക്കൊരു ഡാർക്ക് പവർ അയക്കാൻ. ആ ഡാർക്ക് പവറിനെ തോൽപ്പിക്കാൻ ഈ ഗണ്ണിന് കഴിയുമോ എന്ന് സംശയം. ഞങ്ങൾ നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും ഫൈനൽ ഇഞ്ചുറി എന്ന് പറഞ്ഞ് ഒരു പവർ കൂടാണ്. ആ പവർ ഭയങ്കര ശക്തമായിരുന്നു. അപ്പോൾ ബെറി അവൻ കൊടുക്കാൻ നിനക്ക് ജയിക്കാൻ കഴിയും, നീ ജയിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് ബെറിൻ്റെ ശക്തിയും കൂടി അതിലോട്ട് എടുക്കാൻ ഡാർക്ക്നെസ്സിനെ തോൽപ്പിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് ഡാർക്ക്നെസ് ഓരോന്നായി ഇല്ലാതാവുകയാണ്.
അവിടെ ഈ സീസണും ഈ എപ്പിസോഡും എല്ലാം തീരുകയാണ്. എന്നാൽ അടുത്ത എപ്പിസോഡുമായി പിന്നെ കാണാം. എന്നാൽ ടാറ്റ, ബൈ ബൈ, സീ യു ടുമാറോ. അടിപൊളി എപ്പിസോഡായതുകൊണ്ട് എല്ലാവരും ഇത് കാണണം. ഇത് ലാസ്റ്റ് എപ്പിസോഡാണ്, ഇത് ലാസ്റ്റ് സീസൺ ഞാൻ പറയുന്നില്ല. അടിപൊളിയാണ്, നിങ്ങളതെന്തായാലും കാണണം. ഞാൻ ഈ എപ്പിസോഡ് പ്രതീക്ഷ ബെറി ടെക്സിനെ കൂട്ടുപിടിച്ചു. ഒരു ഡൈനോ മാസ്റ്ററിന് വേണ്ടത് ആദ്യം വേണ്ടത് സ്നേഹമാണ്, പിന്നെ വിശ്വാസം, പിന്നെ ശക്തി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്. എനിക്കും കഴിഞ്ഞു, ഞാൻ പിസ ആണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഈ റൗണ്ടും തീരുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇതൊക്കെ പറയാൻ ഇനിയുണ്ട് എന്ന് പറയുന്നപ്പോൾ ടൈഗർക്ക് അറിയാൻ അവൻ്റെ വിഷമം ആരും അറിയില്ല. ഇപ്പോഴാണ് അവൻ്റെ വിഷമം പുറത്തു വന്നത്. ടൈഗർ പിന്നെ അത് വേറെ ഡാർക്ക്നെസ്സിനെ കൂടാതെ വേറെ ആരോ അത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ പവർ ഏത് പവറാണെന്ന് കോസ്മോസോറസ് is the most powerful darkness member എന്ന് പറഞ്ഞ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡ് പിന്നെ കാണാം. വെൽക്കം ബാക്ക്.